ഇനി നെക്സ്റ്റ് ചാപ്റ്ററാണ് ചാപ്റ്റർ 6 ഹോട്ടൽ മാനേജ്മെൻറ്റ്. അപ്പം ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിലേക്ക് പോവാം. നമുക്കറിയാം നമ്മളെ ഹോട്ടൽ ഇൻഡസ്ട്രി ഇത്രയും കളർഫുൾ ആവാൻ നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ പറയുന്ന മിഷൻസ് അല്ലെങ്കിൽ ഇൻസ് ലോഡ്ജസ് എന്നൊക്കെ പറയുന്നതൊക്കെയാണ് ഈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രീനെ തന്നെ നമ്മൾ ഇന്ന് കാണുന്ന ഹോട്ടലുകളായിട്ടും റിസോർട്ടുകളായിട്ടും മോട്ടൽസ് ആയിട്ടൊക്കെ നമ്മളിപ്പോൾ പറയുന്നത്. ഈ ചെറിയ ചെറിയ ഹോട്ടൽസും മോട്ടൽസും റിസോർട്ടുകളാണ് ഇന്ന് കാണുന്നതിൻ്റെ വലിയ ഹോട്ടൽ ഗ്രൂപ്പ്സായി മാറിയിട്ടുള്ളത്. അതായത് ഒരു ചെയിൻ തന്നെ ആയിട്ട് ഇപ്പോൾ നമുക്കറിയാം താജിൻ്റെ ഹോട്ടൽസൊക്കെ ചെയിൻ വർക്ക് പോലെയാണ്. അത് ഒരുപാട് ബ്രാഞ്ചസുകളായിട്ട്, അതേപോലെ ആബാദ് പ്ലാസ, അങ്ങനെ ഒരുപാട് 5 സ്റ്റാർ ഹോട്ടൽസ് ഡിഫറെൻറ്റ് ചെയിൻസുകളായിട്ടാണ് ഇന്ന് നമ്മളെ കൺട്രിയിൽ പല സ്ഥലങ്ങളിലായിട്ട് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ഈ ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്തു വന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തു വന്നിട്ടുള്ളത് റോംസ് എന്നാണ്. റോമൻ ആൾക്കാരിൽ നിന്നാണത് ഡെവലപ്പ് ചെയ്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതെന്തായി ഒരു ട്രേഡിൻ്റെ ഭാഗം കൂടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നോക്കാം, എന്താണ് ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ ബേസിക് കൺസെപ്റ്റ്സ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഹോട്ടൽ. ഹോട്ടൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഇറ്റ്സ് എ പ്ലേസ് വേർ ദ ഗിവിങ് ഷെൽട്ടർ ടു ദ പേഴ്സൺസ് who can't receive any shelters or who can't receive any food. And also if they using these services they will provide they will give payment to that service അല്ലേ. അപ്പോൾ അതാണ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ട്രാവലർക്ക് ഫുഡോ ഷെൽട്ടറൊക്കെ കൊടുക്കും. ആഫ്റ്റർ ദാറ്റ് ദേ വിൽ പേ ഫോർ ദാറ്റ് സർവീസ്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് ഇൻ്റർനാഷണൽ ഹോട്ടൽസ്. ഇൻ്റർനാഷണൽ ഈ ഹോട്ടൽസിൽ തന്നെ വരുന്ന കാറ്റഗറീസാണ്. ഫസ്റ്റ് വൺ ഇൻ്റർനാഷണൽ ഹോട്ടലാണ്. ഇൻ്റർനാഷണൽ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു വെസ്റ്റേൺ സ്റ്റൈലിൽ ഹോട്ടൽസ് വരും. അതായത് ഈ ഒരു ഇൻ്റർനാഷണൽ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 സ്റ്റാർ ഹോട്ടൽസുകളാണ് ഈ ഇൻ്റർനാഷണൽ ഹോട്ടലിൽ മെയിനായിട്ട് വരുന്നത്. ഇത് ഈ ഇൻ്റർനാഷണൽ ഹോട്ടൽസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു മെയിൻ ഹെഡ് ഉണ്ടായിരിക്കും. എന്നിട്ട് അതിൻ്റെ ഡിഫറെൻറ്റ് എന്താ പറയുക ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് വലിയ വലിയ മെട്രോപൊളിറ്റൻ ആയിട്ടുള്ള സിറ്റികളിലായിട്ട് ഉണ്ടായിരിക്കും. അതായത് ലാർജ് സിറ്റീസിലായിരിക്കും ഇവരെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ്. ഇപ്പോൾ എറണാകുളം, കോഴിക്കോട് അങ്ങനത്തെ സ്ഥലങ്ങളിലായിരിക്കും ഇവരെ ബ്രാഞ്ചസ് ഉണ്ടാവുക. അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എനിക്കറിയുന്ന ബേസിക് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഹോട്ടൽസിന് നമ്മൾ 1 സ്റ്റാർ ടു 5 സ്റ്റാർ വരെയാണ് നമ്മൾ പറയുക. അപ്പം 1 സ്റ്റാർ, 2 സ്റ്റാർ, 3 സ്റ്റാർ, 4 സ്റ്റാർ ആൻഡ് 5 സ്റ്റാർ. ഈ 5 സ്റ്റാറിൽ വരുന്ന ഹോട്ടൽസിനെ നമ്മൾ ഇൻ്റർനാഷണൽ ഹോട്ടൽ എന്ന് പറയാം. അപ്പോൾ ഈ 5 സ്റ്റാർസ് വരുന്ന ഹോട്ടലിന് നമ്മൾ ഈ 1 സ്റ്റാർ ആണ് അല്ലെങ്കിൽ 2 സ്റ്റാർ ആണെന്ന് നമ്മൾ പറയുന്നത് അവർ കൊടുക്കുന്ന ഫെസിലിറ്റീസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഹോട്ടൽസിനെ നമ്മൾ 1 സ്റ്റാർ അല്ലെങ്കിൽ 2 സ്റ്റാർ, 3 സ്റ്റാർ എന്നുള്ളത് നമ്മൾ പറയുന്നത്. ആ ഫെസിലിറ്റീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ടീസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പലതരത്തിലുള്ള ഫെസിലിറ്റീസ്, ഇപ്പോൾ റിസപ്ഷന്, അതുപോലെ തന്നെ ഇൻഫോർമേഷൻ കൗണ്ടർ, ബാങ്ക്വറ്റ്സ് ഹാൾസ്, കോൺഫറൻസ് ഫെസിലിറ്റീസ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫെസിലിറ്റീസ്. പിന്നെ അതുപോലെ തന്നെ ഷോപ്സ്, ട്രാവൽ ഏജൻസി, മണി എക്സ്ചേഞ്ച്, അങ്ങനെ സേഫ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി, അങ്ങനെ ഡിഫറെൻറ്റ് ഫെസിലിറ്റീസ് എന്ത് ചെയ്യും പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ നോക്കിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഹോട്ടൽസിൻ്റെ സ്റ്റാർ നമ്മൾ തീരുമാനിക്കുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് വണ്ണാണ് കൊമേഴ്ഷ്യൽ ഹോട്ടൽ അല്ലെങ്കിൽ ട്രാൻസിയൻറ്റ് ഹോട്ടൽസ്. ഈ കൊമേഴ്ഷ്യൽ ഹോട്ടൽസ് അല്ലെങ്കിൽ ട്രാൻസിയൻറ്റ് ഹോട്ടൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ആർ മെയിൻലി ഫോർ ദ പേർപ്പസ് ഓഫ് ബിസിനസ് ട്രാവലേഴ്സ്. ബിസിനസ് പേർപ്പസിന് വേണ്ടിയിട്ടുള്ള ട്രാവലേഴ്സിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ
പ്രത്യേകത മറ്റൊന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിസിനസ് കൊമേഴ്ഷ്യൽ ഹോട്ടൽസ് ആക്ച്വലി സിറ്റുവേറ്റഡ് ചെയ്യൽ ഡൗൺ ടൗൺ ഏരിയാസിൽ, അതായത് കുറച്ചും കൂടി ബിസിനസ് ആളുകൾ വരാൻ സാധ്യത ഉള്ളതും നിൽക്കാൻ സാധ്യത ഉള്ളതും ആയിട്ടുള്ള ടൗൺ പ്ലേസസിലായിരിക്കും സാധാരണ രീതിയിൽ ഈ ഹോട്ടലുകൾ സ്ഥാപിക്കാറുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ബേസിക്കലി ദ പ്രൈമറി പർപ്പസ് ഈസ് ഫോർ ബിസിനസ് ട്രാവലേഴ്സ്. പിന്നെ ഈ സാധാരണ രീതിയിൽ ഇവരെ ലെങ്ത് ഓഫ് സ്റ്റേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ടായിരിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഒരു എന്തെങ്കിലും സ്പെഷ്യൽ പർപ്പസ് മറ്റ് ഹോട്ടൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഷോർട്ട് സ്റ്റേ ഓഫ് ഹോട്ടൽസ് ആയിരിക്കും സാധാരണ രീതിയിൽ അവരെ ലെങ്ത് ഓഫ് സ്റ്റേ ഉണ്ടായിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ കൊമേഴ്ഷ്യൽ ഹോട്ടലിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ കൊമേഴ്ഷ്യൽ ഹോട്ടൽസ് ഈ ബിസിനസ് മാൻമാർ ചൂസ് ചെയ്യാനുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ പ്രൊവൈഡിങ് ഡിഫറെൻറ്റ് അമ്യൂണിറ്റീസ് മീൻസ് ഡിഫറെൻറ്റ് സർവീസസ് ഓർ ഫെസിലിറ്റീസ് ടു ദ ബിസിനസ് മാൻ. അപ്പം ഡിഫറെൻറ്റ് ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം പ്രത്യേകിച്ച് ബിസിനസ് മാൻമാരായിരിക്കും അവർക്ക് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ന്യൂസസ് കിട്ടേണ്ടി വരും. ചിലപ്പോൾ കോൺഫറൻസസ് കണ്ടക്ട് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ വീഡിയോ കോൾസ് കോൺഫറൻസ് കോൾസസ് ഒക്കെ കണ്ടക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നെറ്റ് ഫെസിലിറ്റീസ് വേണ്ടി വരും. അങ്ങനെ ഡിഫറെൻറ്റ് ചിലപ്പം ലോക്കൽ കോൾ ഫെസിലിറ്റീസ് വേണ്ടി വരും. അപ്പം ഇത്തരത്തിലുള്ള പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ചിലപ്പോൾ കൊടുക്കും. അതുപോലെ ഫാക്സ് മെഷീൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ റെൻ്റൽ അറേഞ്ച്മെൻറ്റ്സ്, എയർപോർട്ട് പിക്കപ്സ് സർവീസസ്, കോഫി ഷോപ്സ് ആൻഡ് എവ്രിതിങ് മോസ്റ്റ് ഓഫ് ദ അവർക്ക് വേണ്ട എല്ലാ വിധത്തിലുള്ള ഫെസിലിറ്റീസും ഈ സ്ഥാപനങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഹോട്ടൽസ് ദിസ് ടൈപ്പ് ഓഫ് കൊമേഴ്ഷ്യൽ ഹോട്ടൽസ് പ്രൊവൈഡ് ചെയ്യാൻ തയ്യാറായിരിക്കും. സോ ഈ അമ്യൂണിറ്റീസിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ബിസിനസ് മാൻമാർ ഈ ഒരു ഹോട്ടൽസ് ചൂസ് ചെയ്യുന്നത് കൂടുതലായിട്ട്. ഇനി നെക്സ്റ്റ് തേർഡ് വണ്ണിലേക്ക് പോവാം. എയർപോർട്ട് ഹോട്ടൽസാണ്. നമുക്കറിയാം എയർപോർട്ട് ഹോട്ടൽസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പോപ്പുലറാണ്. ഇപ്പോൾ നമ്മൾ കോഴിക്കോട് എയർപോർട്ടിൽ പോയി കഴിഞ്ഞാലും എറണാകുളം എയർപോർട്ടിൽ പോയി കഴിഞ്ഞാലും അതിൻ്റെ അടുത്ത് ഒരുപാട് ഹോട്ടൽസുകൾ കാണാം. ലോക്കൽ പേയ്മെൻറ്റ് മുതൽ ഹൈ ക്ലാസ് പേയ്മെൻറ്റ് വരേക്കുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹോട്ടൽസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഈ ടൈപ്പ് ഓഫ് ഹോട്ടൽസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ സൈസും അവരുടെ ലെവൽ ഓഫ് സർവീസും വെരി ഹൈ അല്ലെങ്കിൽ വെരി വൈഡ്ലി ആയിരിക്കും. ബിക്കോസ് അതിൻ്റെ അടുത്ത് ഹോട്ടൽസൊക്കെ എടുക്കാനും നിൽക്കാനൊക്കെ ചാൻസസ് കൂടുതൽ കുറച്ചും കൂടി ബിസിനസ് ക്ലയൻറ്റ്സൊക്കെ അങ്ങനത്തെ ആളുകൾ അല്ലെങ്കിൽ എയർ പാസഞ്ചേഴ്സ് ഇവരായിരിക്കും കൂടുതലായിട്ട്. ഇപ്പോൾ എയർ പാസഞ്ചേഴ്സും ബിസിനസ് ക്ലയൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഹൈ ക്ലാസ് ലെവലിൽ ജീവിക്കുന്ന നമ്മളെ സൊസൈറ്റിയിൽ കുറച്ചും കൂടി സ്റ്റാറ്റസ് കൂടിയ ആളുകളായിരിക്കും. സോ അവരാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു എയർപോർട്ട് ഹോട്ടൽസ് സാധാരണ പ്രിഫർ ചെയ്യാറുള്ളത്. അപ്പം ഈ ഒരു മാർക്കറ്റിൽ ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ബിസിനസ് ക്ലയൻറ്റ്സിനെയും എയർ പാസഞ്ചേഴ്സിനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാത്രി ഇപ്പം ഫ്ലൈറ്റ് എങ്ങാനും ക്യാൻസലായി അല്ലെങ്കിൽ ഫ്ലൈറ്റിന് ഡിലേ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എയർലൈൻ പേഴ്സണൽസിന് എന്തെങ്കിലും പ്രത്യേക സാഹചര്യം കൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് പോകാനോ അല്ലെങ്കിൽ അവിടെ താമസിക്കാനോ അത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇങ്ങനത്തെ കേസുകൾ വരുമ്പോഴാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ എയർപോർട്ട് ഹോട്ടൽസ് ചൂസ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ചില ഹോട്ടൽസ് എന്ത് ചെയ്യും, ഈ ഗസ്റ്റിന് ഹോട്ടലിൽ നിന്നും എയർപോർട്ടിലേക്ക് എത്തിക്കാനുള്ള ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി വരെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി ഹൈ ക്ലാസ് ലെവലിലായിട്ട് അവർക്ക് വേണ്ട ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി വരെ അതായത് കുറച്ച് ദൂരേ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷെ അവർക്ക് വണ്ടി വിളിച്ച് പോകാനുള്ള ദൂരം ഉണ്ടാവില്ല, അവർക്ക് നടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ ഈ കമ്പനി അല്ലെങ്കിൽ ഹോട്ടൽ തന്നെ ഈ ഗസ്റ്റിനെ അവരെ പാസഞ്ചറിനെ അല്ലെങ്കിൽ അവരെ ഗസ്റ്റിനെ എയർപോർട്ടിലേക്ക് എത്തിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. ഇനി നെക്സ്റ്റ് ഫോർത്ത് വണ്ണാണ് സ്യൂട്ട് ഹോട്ടൽസ്. ഈ സ്യൂട്ട് ഹോട്ടൽസ് സാധാരണ രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത് സ്യൂട്ട് ഹോട്ടൽസ് ബേസിക്കലി ഇറ്റ്സ് ഫോർ ദ ഫാമിലീസ്. ബിക്കോസ് ഫാമിലി ആയിട്ട് പോകുന്ന ആളുകൾക്കാണ് സാധാരണ രീതിയിൽ ഈ സ്യൂട്ട് ഹോട്ടൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവരെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ഫെസിലിറ്റിയാണ് ഇത് സ്യൂട്ട് ഹോട്ടലാണെന്ന് നമ്മൾ പറയൽ ഇവർ ഈ ഒരു അമ്യൂണിറ്റീസ് അല്ലെങ്കിൽ ഇവർ കൊടുക്കുന്ന ഫെസിലിറ്റീസ് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. അപ്പോൾ ഇവർ കൊടുക്കുന്ന ഫെസിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ അവർ കൊടുക്കുന്ന റൂമിനകത്ത് ചിലപ്പോൾ ഒരു ലിവിങ് റൂം ഉണ്ടായിരിക്കാം,
അതുപോലെ തന്നെ ഒരു സെപ്പറേറ്റ് ബെഡ്റൂം കൊടുക്കുന്നുണ്ടായിരിക്കാം. അപ്പം അതുപോലെ തന്നെ ഒരു സ്മോൾ കിച്ചൺ അല്ലെങ്കിൽ ഫ്രിഡ്ജ്, എന്നിട്ട് ബീവറേജ് സർവീസൊക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പം അതായത് നമുക്കൊരു വീട്ടിൽ നിൽക്കുന്ന പോലത്തെ അന്തരീക്ഷത്തിൽ നമുക്കൊരു ചെറിയ ഫ്രിഡ്ജും ബീവറേജും ഒക്കെ ആയിട്ട് ചെറിയൊരു ലിവിങ് റൂം അങ്ങനെയൊക്കെ ആയിട്ടൊരു ജസ്റ്റ് ഒരു വീടിൻ്റെ അറ്റ്മോസ്ഫിയർ നമുക്ക് ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഈ സ്വീറ്റ് ഹോട്ടലിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതും. സ്വീറ്റ് ഹോട്ടലിനെ നമ്മൾ ഇറ്റ്സ് ബേസിക്കലി ഫോർ ദ പർപ്പസ് ഓഫ് എ ഫാമിലി ട്രിപ്സ് എന്ന് നമ്മൾ പറയാൻ കാരണം അതുകൊണ്ടാണ്. അപ്പം അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് നിൽക്കുമ്പം ഇതൊരു ഹോട്ടലിലാണ് നിൽക്കുന്നത് എന്നൊരു ഫീൽ ഉണ്ടല്ലോ, ആ ഫീൽ ഇഷ്ടപ്പെടാതെ ഒരു വീടിൻ്റെ അറ്റ്മോസ്ഫിയർ തന്നെ വീട്ടിൽ നിന്ന് മാറി ട്രിപ്പ് പോകുമ്പോഴും ആ ഒരു ഫീൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഏറ്റവും കൂടുതലും ഈ സ്വീറ്റ് ഹോട്ടൽസ് ചൂസ് ചെയ്യുക. ബിക്കോസ് അത് നമുക്ക് കറക്റ്റ് പറയുന്നത് ഹോം എവേ ഫ്രം ഹോം, വീട്ടിൽ നിന്ന് പോയാലും വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു അറ്റ്മോസ്ഫിയർ. ആക്ച്വലി അതൊരു അറ്റ്മോസ്ഫിയർ ജസ്റ്റ് ക്രിയേറ്റിംഗ് ആൻ അറ്റ്മോസ്ഫിയർ ലൈക്ക് ദാറ്റ്. അപ്പം അതാണ് ഈ സ്വീറ്റ് ഹോട്ടൽസിൻ്റെ പ്രത്യേകത. ഇനി നെക്സ്റ്റ് നോക്കാം. ഇതാണ് എക്സ്റ്റെൻഡഡ് സ്റ്റേ ഹോട്ടൽസ്. എക്സ്റ്റെൻഡഡ് സ്റ്റേ ഹോട്ടൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്വീറ്റ് ഹോട്ടലിൻ്റെ അതേപോലെ തന്നെയാണ് ഈ എക്സ്റ്റെൻഡഡ് സ്റ്റേ ഹോട്ടൽ. പക്ഷേ ഇത് രണ്ടും തമ്മിലൊരു ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഫ്രിഡ്ജ് പറഞ്ഞു, ലിവിങ് റൂം ഒക്കെ പറഞ്ഞു, പക്ഷേ ഞാൻ അവിടെ എന്ത് പറഞ്ഞിട്ടില്ല, കിച്ചൺ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ എക്സ്റ്റെൻഡഡ് സ്റ്റേ ഹോട്ടലിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കിച്ചൺ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് സ്വീറ്റും ഇതും സെയിം ആണെങ്കിലും പക്ഷേ ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസാണ് കിച്ചൺ. ഇതിൽ കിച്ചൻ്റെ സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇതിൻ്റെ കിച്ചണിൻ്റെ സർവീസ് പ്രൊവൈഡ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എക്സ്റ്റെൻഡഡ് സ്റ്റേ ഹോട്ടൽസിൽ സാധാരണ രീതിയിൽ മിനിമം ഒരു 5 days എങ്കിലും വരുന്ന ഗസ്റ്റ് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 5 days 10 days ഒക്കെ നിൽക്കുന്ന സമയത്ത് 5 days ഒക്കെ ഹോട്ടലിൽ നിന്ന് പുറത്തുനിന്ന് കഴിക്കുന്ന ചാൻസസ് എന്താണ്, കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെ 5 days ഒക്കെ നീണ്ടു നിൽക്കുന്ന ആ ഒരു ഗസ്റ്റ്, അതായത് ലോങ്ങർ റിക്വയർഡ് ആയിട്ടുള്ള ഗസ്റ്റാണ് സാധാരണ രീതിയിൽ ഈ എക്സ്റ്റെൻഡഡ് സ്റ്റേ ഹോട്ടൽസ് വാങ്ങും. ബിക്കോസ് ദേ നീഡ് കിച്ചൺ. അതായത് 3 നേരം 4 നേരം ഒന്നും പുറത്തുനിന്ന് ഫുഡ് കഴിക്കലും ഹോട്ടൽ പേയ്മെൻറ്റും എല്ലാം കൂടി ചിലപ്പോൾ അഫോർഡബിൾ ആവാത്ത സാഹചര്യത്തിൽ അവരെന്തെങ്കിലും കിച്ചൺ യൂസ് ചെയ്യും. അതുകൊണ്ടാണ് എക്സ്റ്റെൻഡഡ് സ്റ്റേ ഹോട്ടലിൽ കിച്ചൺ പ്രൊവൈഡ് ചെയ്യുന്നതും. ഇറ്റ്സ് ബേസിക്കലി ഫോർ ദ പർപ്പസ് മോർ ദാൻ 5 days വെൻ ദ ഗസ്റ്റ് ഈസ് സ്റ്റേയിങ്. അപ്പോൾ അതാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് വൺ നോക്കാം, റെസിഡൻഷ്യൽ ഹോട്ടൽസ്. റെസിഡൻഷ്യൽ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ എക്സ്റ്റെൻഡഡ് പോലെ 5 days ഒന്നുമല്ല. അതെന്താണ്, ലോങ് ടേം, ലൈക്ക് മിനിമം ചിലപ്പോൾ ഹാഫ് ഇയർലി അല്ലെങ്കിൽ 1 year അല്ലെങ്കിൽ 6 year അങ്ങനെ ആയിട്ട്. അതായത് ശരിക്കും ഇതൊരു അപ്പാർട്ട്മെൻറ്റ് പോലെ കൊടുക്കുക. ഒരു ഹോട്ടൽ തന്നെ ആയിരിക്കും, പക്ഷേ എന്താണ്, ഒരു അപ്പാർട്ട്മെൻറ്റ് പോലെ, ഇപ്പോൾ ഫ്ലാറ്റൊക്കെ ഇല്ലേ അതുപോലെ എന്താണ് കുറേ ദിവസത്തേക്കുള്ള ഒരു ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ട് നമ്മളെന്താണ് ഇത് സാധാരണ രീതിയിൽ അർബൻ ഏരിയാസിൽ അല്ലെങ്കിൽ സബ് അർബൻ ഏരിയാസിലായിരിക്കും ഇത്തരത്തിലുള്ള ഹോട്ടൽ സ്റ്റേയിങ് ഉണ്ടാവാറ്. ഈ ഒരു ഹോട്ടൽ സ്റ്റേയിങ്ങിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിറ്റിംഗ് റൂം ഉണ്ടായിരിക്കും, ബെഡ്റൂം ഉണ്ടായിരിക്കും, ഒരു സ്മോൾ കിച്ചണെല്ലാം, അതായത് ഒരു വീടിൻ്റെ എല്ലാ വിധത്തിലുള്ള ഫെസിലിറ്റീസും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരിക്കും ഈ റെസിഡൻഷ്യൽ ഹോട്ടൽസ് ഉണ്ടാവുക. ഓക്കെ. ഇനി നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് വൺ ആണ് റിസോർട്ട് ഹോട്ടൽസ്. റിസോർട്ട് ഹോട്ടൽസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൗണ്ടൻസിൽ അല്ലെങ്കിൽ ഐലാൻഡിലൊക്കെയാണ് സാധാരണ രീതിയിൽ ഇത് ലൊക്കേറ്റ് ചെയ്യാറുള്ളത്. അതായത് നമുക്കറിയാം, ഇപ്പോൾ നമ്മളെവിടെ തന്നെ കോഴിക്കോട് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, പണ്ട് നമ്മൾ പറഞ്ഞിരുന്ന കടവ് റിസോർട്ട് ഇപ്പോൾ അത് RP പിള്ളൻ്റെ റിസോർട്ടായി മാറിയിട്ടുണ്ട്. അതായത് അതെന്താ ശരിക്കും ഒരു പുഴൻ്റെ ഒരു കടലിൻ്റെ ഒരു ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ്. അപ്പം ആ ഒരു സാധാരണ രീതിയിൽ അങ്ങനത്തെ എന്തെങ്കിലും നാച്ചുറലി ആയിട്ടുള്ള ഒരു സംഭവത്തിനോട് ചേർത്തിട്ടായിരിക്കും എപ്പോഴും എന്തുണ്ടായിരിക്കുക, റിസോർട്ട് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ എല്ലാ ഫെസിലിറ്റീസും എല്ലാം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്യൂട്ടി പാർലർ ആയാലും റൈഡിങ് ആയാലും ഗെയിംസ് ആയാലും ഗോൾഫ്സ് ആയാലും ഡാൻസിങ് ആയാലും സെയിലിംഗ് ആയാലും ബൈക്സ് ആയാലും നാച്ചുറൽ ബ്യൂട്ടി ആയാലും എല്ലാം ഈ വേൾഡിലുള്ള എല്ലാ ഒരു 80% സംഭവങ്ങളും എവിടെ ഉണ്ടായിരിക്കും,
റിസോർട്ടിലുണ്ടായിരിക്കും. അതുകൊണ്ടാണ് റിസോർട്ടിൽ എന്താണ് ഇത്രയും എമൗണ്ട് പേയ്മെൻറ്റ് വരുന്നതും അത്രയും ലക്ഷറീസ് ആയിട്ടുള്ള ആളുകൾ ഈ ഒരു റിസോർട്ടിൽ പോയി നിൽക്കുക എന്നുള്ളതിനെ ചൂസ് ചെയ്യുന്നതിന് കാരണം എന്താണ്, അവർക്ക് വേണ്ടതും പിന്നെ അവർക്ക് എന്ത് ചെയ്യണ്ട, അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യണ്ട, വേറെ ഒന്നിന് തിരഞ്ഞു പോകേണ്ട ഒരു ആവശ്യം വരില്ല. കാരണം അവർക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഓൾമോസ്റ്റ് അവരെ എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു 80% ഫെസിലിറ്റീസും റിസോർട്ട്സ് പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ ഫെസിലിറ്റീസും, അപ്പോൾ അവർക്ക് മസാജസ് ആണെങ്കിലും ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്സ് ആണെങ്കിലും അപ്പോൾ അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും എന്ത് ചെയ്യും, ഈ ഹോട്ടൽസ് പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ എന്താണ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് എന്താണ് ലക്ഷറീസ് പേഴ്സൺസ് അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ വേണ്ടി വരുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നതാണ് ഈ റിസോർട്ട് ഹോട്ടൽസ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടില്ല, നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.